بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي لم يزل عليا ولم يزل في علاه سنيا، إذا أعملته وجدته مليا، وإن آحدته وجدته وفيا، قطرة من بحر جوده تملأ الأرض ريا، ونظرة بعين رحمته تسير الكافر وليا. الجنة لمن أطاعه ولو عبدا حبشيا، والنار لمن نسى ولو شريفا قرشيا. أحمده سبحانه وتعالى حمدا زكيا، وأشهد أن لا إله إلا الله وحده لا شريك له، شهادة تجعل لنا بها في الجنة كسرا عليا. وأشهد أن سيدنا ونبينا محمدا عبده ورسوله، يا له من نبي لو رأيته لرأيت وجها قمريا وجبينا أزهريا. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم بابك مفتوح للسائل، وفضلك مبذول للنائل، وإليك منتهى الشكوى وغاية الوسائل. اللهم ارحم دمع السائل وجسم الناهل وحال الحائل وسناد المايل، يا من إليه ترفع الشكوى، يا عالم السر والنجوى، يا من يسمع ويرى وهو بالمنظر الأعلى، يا رب الأرض والسماء، يا من له الأسماء الحسنى، يا صاحب الدوام والبقاء. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹിക്കമിലെ 251-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നാം ഓതുന്നത്. മഹാനവറുകൾ പറയുന്നു, അക്രമക ബികറാമാത്തിൻ സലാസ് ജഅലക ذاكرا له ولولا فضله لم تكن أهلا لجريان ذكره عليك، وجعلك مذكورا به إذ حقق نسبته لديك، وجعلك مذكورا عنده فتمم نعمته عليك. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മനുഷ്യനെ വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പല സ്ഥലത്തായിട്ട് അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ആ ബഹുമാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആദരവ് നമ്മുടെ കിതാബുകൾ നോക്കി നമുക്ക് കാണാം. ഫിഖഹിന്റെ കിതാബുകളിൽ മനുഷ്യന്റെ ആ ആദരവിന്റെ ഭാഗമായി എന്തെല്ലാം നിയമങ്ങളാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ ജന്മം, അവന്റെ നുത്ഫത്ത് അത് താഹിറായിരിക്കണം. താഹിറിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പറയണം. എന്തുകൊണ്ടെന്നാൽ വലഖദ് കറംനാ ബനി ആദം, ബനു ആദമിനെ നാം ആദരിച്ചിട്ടുണ്ട്. ആദരവിന്റെ ഭാഗമാണ് അവന്റെ ഉത്ഭവം താഹിറിൽ നിന്നാകുക. ഇങ്ങനെ എത്ര മസലകളാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കിടക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ ആദരവുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട
മൂന്ന് ആദരവാണ് ഈ ഹിക്മത്തിൽ കൂടെ മഹാനവർകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അക്രമക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ആദരിച്ചു. ബികറാമാത്തിൻ സലാസ്, മൂന്ന് കറാമാത്തുകളെ കൊണ്ട് നിന്നെ ബഹുമാനിച്ചിരിക്കുന്നു. ജഅലക, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ആക്കി. ദാകിറൻ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുന്നവനാക്കി. മൂന്നും ദിക്റുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ദിക്ർ ചൊല്ലാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകി. വലൗലാ ഫദ്ലുഹു, അല്ലാഹുവിൻ്റെ ഫദ്ല് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലം തകുൻ, നീ ആകൂല അഹ്ലൻ, യോഗ്യനാകൂല ലിജറയാനി ദിക്രിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്ർ നടക്കൽ നിക്ക്, അലൈക നിന്റെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അതിമഹത്തായൊരു ഫദ്ലാണ്. ആ ഫദ്ലില്ലായിരുന്നുവെങ്കിൽ നിന്റെ നാവിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പറച്ചില് നടക്കുമായിരുന്നില്ല. നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നമുക്ക് ഏത് സമയത്തും പറയാം, എങ്ങനെയും ദിക്ർ ചൊല്ലാം, എങ്ങനെയും ഓർക്കാം. ഖൽബ് കൊണ്ട്, നാവ് കൊണ്ട്, അവയവങ്ങളെ കൊണ്ട്. ഖൽബ് കൊണ്ടുള്ള ദിക്ർ അല്ലാഹുവിൻ്റെ സ്മരണ, നാവ് കൊണ്ട് അല്ലാഹുവിൻ്റെ ദിക്റുകൾ ചൊല്ലുക, ശരീരം കൊണ്ട് അല്ലാഹു അനുസരിച്ച് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നമുക്ക് എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്ർ നമ്മളിൽ നിന്ന് വിട്ടുപോവാത്തൊരവസ്ഥ. നേരെ മറിച്ച് നമ്മൾ പടപ്പുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ സൃഷ്ടികളിലേക്ക് നോക്കുകയാണെങ്കിൽ, സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉയർന്നൊരു വിഭാഗമുണ്ട്, താഴെ തട്ടിലുള്ള ആളുകളുണ്ട്. എത്രയോ താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവരുടെ മേലുള്ള ആളുകളെ സ്മരിക്കൽ പോയി അവരെ പറ്റി ഒരു ബോധവുമില്ലാത്തത്ര ആളുകളുണ്ട്. വലിയ വലിയ സംഭവങ്ങൾ, വലിയ വലിയ ആഡംബരങ്ങൾ, വലിയ വലിയ വ്യക്തികൾ അവർ ആസ്വദിക്കുന്നതും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ജീവിതശൈലിയും അവരുടെ അധികാരവുമല്ല. ഒരു നിലക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത എത്ര ആളുകൾ ഇവിടെ നമ്മളെ മുമ്പ് കാണുന്നത്രയുണ്ട്. അങ്ങനെ ജനങ്ങളെപ്പോലും വലിയവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ, ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെന്നെ എത്രയുണ്ട്. എന്നാൽ ലോകത്ത് ഒന്നിലേക്കും ആവശ്യമില്ലാത്ത ഒരാളെയും അവനിക്ക് ഒരു നിർബന്ധമായി ഒരാളെയും അവനിലേക്ക് ആവശ്യമില്ല. അവൻ അന്യാശ്രയനാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവനിക്ക് തുല്യമാണ്. അങ്ങനെയുള്ള രാജാതിരാജനായ അല്ലാഹു അക്ബർ, അവൻ്റെ മീതെ ഇനി ഒന്നുമില്ല. അങ്ങനെയുള്ള അല്ലാഹുവിന് ഏത് ഒരു മനുഷ്യനിക്കും, പ്രത്യേക മുഅ്മിനായ ഏത് മനുഷ്യനിക്കും അവന് എപ്പോഴും ഓർക്കാൻ പറ്റുന്നൊരവസ്ഥ വെച്ച് തീർത്തു. ഇതെന്ത് വലിയ അനുഗ്രഹമാണ്! അതാണ് അനുഗ്രഹം. അവനെ ഓർത്തുകൊണ്ടിരിക്കുക, അവനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, ഏത് സമയത്തും അവനായിരിക്കുക ഇവൻ്റെ മെഹബൂബ്. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന, ജീവിക്കുന്ന, പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയായി അല്ലാഹു തആല മനുഷ്യനെ പടച്ചു തന്നോ. അത് ഒന്നാമത്തെ അനുഗ്രഹമാണ്. അവൻ്റെ അനുഗ്രഹം ഫളില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ ദിക്ർ നിന്റെ നാവിൽ കൂടെ നടക്കാൻ, നിന്റെ ശരീരത്തിൽ കൂടെ അത് ഒഴുകാൻ, നിന്റെ മനസ്സിൽ അത് നിറയാൻ ഒരു വകുപ്പുണ്ടാവൂല. കാരണം അവൻ അത്രയും വലിയവനാണ്. നിന്റെ ശ്രദ്ധ അവനിലേക്ക് പതിയ എന്ന് പറയുന്നത് അസംഭവ്യമായി വരുന്ന അത്രയും വലിയവനാണ്. ഒരു നിലക്കും ലാ തുദ്രികുൽ അബ്സാർ വയുദ്രികുൽ അബ്സാർ. അങ്ങനെയുള്ള അല്ലാഹു അവൻ നിന്നെ അവനിലേക്ക് അടുപ്പിച്ചു തന്നു, നിനക്ക് അവനെ പറ്റിയുള്ള ബോധമുണ്ടാക്കി തന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ്.
രണ്ടാമത്തെ അനുഗ്രഹം വജഅലക മദ്കൂറൻ ബിഹി ഇത് ഹഖഖ നിസ്ബതഹു ലദൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ആക്കി മദ്കൂറാക്കി പറയപ്പെടുന്നവനാക്കി ബിഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിയും കൊണ്ട്. ബിഹിന്റെ ദമീർ അല്ലാഹുവിലേക്ക് ഇട്ടിട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കൊണ്ട് പറയപ്പെടുന്നവനാക്കി. എങ്ങനെയാണ് അള്ളാഹുവിനെ കൊണ്ട് എന്നെ പറയുന്നവനാക്കി മാറ്റിയത്? ഇത് ഹഖഖ നിസ്ബതഹു ലദൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു, വ്യക്തമാക്കി. നിസ്ബതഹു അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ബന്ധം ലദൈക നിന്നിലേക്ക്. അല്ലാഹു നിന്നിലേക്ക് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിച്ചു. അള്ളാഹ് നിന്നിലേക്ക് അടുത്തിട്ടുണ്ട്. രണ്ട് ബന്ധമുണ്ടല്ലോ, നീ അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹ് നിന്നിലേക്ക് അടുക്കുക. അള്ളാഹുലേക്ക് അങ്ങോട്ട് അടുക്കും തോറും അള്ളാഹ് അതിലേറെ അങ്ങോട്ട് അടുക്കും. അള്ളാഹ് നിന്നിലേക്ക് അടുത്തവനാണ് എന്നുള്ളത് ലോകത്ത് വിളംബരം ചെയ്തപ്പോ നിന്നെ അള്ളാഹുവിനെ കൊണ്ട് പറയപ്പെടുന്നവനാക്കി മാറ്റി. ആരാ വദ്കു ദാക്കിറാരാ? അത് അള്ളാഹുവിനെ ദാക്കിറാണ്, ഖൽഖുകൾ ദാക്കിറാണ്, നിന്നെ പറയുന്നവനാണ്. നീ ദാക്കിറുവാണ്, മദ്കൂറുവാണ്. വല്ലാത്ത അനുഗ്രഹല്ലേ? നീ അള്ളാഹുവിനിക്ക് ദിക്ർ ചെല്ലും, എന്നാൽ നിന്നെ ദിക്ർ ചെല്ലപ്പെടും, നിന്നെ പറയപ്പെടും, ജനങ്ങൾ പറയും നിന്നെ, അള്ളാഹു നിന്നെ പറയും, അള്ളാഹു നിന്നെ സ്മരിക്കും, ജനങ്ങൾ നിന്നെ സ്മരിക്കും. അള്ളാഹുവിലേക്ക് ചേർത്തിയും കൊണ്ട്. എങ്ങനെ? വലിയുല്ലാഹി, സഫിയുല്ലാഹി, അങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് പേര് ചേർത്തിയും കൊണ്ട് അള്ളാഹുവിൻ്റെ വലി, അള്ളാഹു പ്രത്യേകം പരിഗണിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ആള്, അള്ളാഹു തആല അവനെ തൊട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല നിലക്കും അള്ളാഹുവിലേക്ക് ചേർത്തിയും കൊണ്ട് നിന്നെ പറയും അബ്ദുല്ലാഹി. നിന്നെ പറയപ്പെടുന്ന പേരുകളിൽ വെച്ച് ഏറ്റവും വലിയ പേര് അതാണ്, അബ്ദുല്ലാഹ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനാണ്. അതാണ് വലിയ പേര്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നുൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധനാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി എല്ലാം ശറഹ് മുസ്ലിമിലെ ഹദീസിലേക്ക് വ്യാഖ്യാനം തുടങ്ങുമ്പോൾ ഖാദി ഇയാദ് പറഞ്ഞുകൊണ്ടാ തുടങ്ങുക. അങ്ങനെയുള്ള മഹാൻ, റസൂലുള്ളാഹിയെ പറ്റി ശിഫ എന്ന കിതാബ് എഴുതിയ മഹാൻ, ആ ഖാദി ഇയാദ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, അള്ളാഹുവിൻ്റെ ദിക്റിലായിരിക്കുന്ന സമയത്ത് മഹാനവർകൾക്ക് തജല്ലി ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം ലയിച്ചുകൊണ്ട് പറയാണ്, ومما زادني شرفا وتيها وقدت بأخمسي أتأسر ثريا دخولي تحت قولك يا عبادي وأن سيرت أحمد لي نبيا. എനിക്ക് വല്ലാത്ത പെരുമ, എനിക്ക് വലിയ പ്രസക്തി നൽകിയ രണ്ട് സാധനമുണ്ട്. ആ പ്രസക്തി ഒന്ന് ഞാൻ എവിടെ എത്തി? വകുന്തു, ഞാനായി, ബി അഹ്മുസി, എൻ്റെ അഹ്മസ് കൊണ്ട്, കാലിൻ്റെ അടിഭാഗം കൊണ്ട്, സുറയ്യ നക്ഷത്രത്തെ ചവിട്ടാനായി. മഹാന്മാരാക്ക് സുറയ്യ നക്ഷത്രത്തെ ചവിട്ടുന്നതിന് മുമ്പ് രണ്ട് വിധത്തിലാണ് പറയുന്നത്. ഒന്ന്, പന്ത് തട്ടും പോലെ സുറയ്യന്റെ നേരെ ചോട്ടിൽ ചെന്ന് കാലുകൊണ്ട് മേപ്പോട്ട് തള്ളാൻ മാത്രം ഞാൻ അടുത്തായി. വേറെ ആളുകൾ പറയുന്നു സുറയ്യന്റെ മേലെ കയറി എൻ്റെ കാലിൻ്റെ ചോട്ടിൽ സുറയ്യ നക്ഷത്രം ഞാൻ ആക്കി. ഇത്രത്തോളം എൻ്റെ മാനസികമായി ഞാൻ പൊന്തി. എന്താ കാരണം?
അല്ലാഹു തആല യാ ഇബാദി എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വിളിയിൽ ഞാൻ കേട്ടു എൻ്റെ അടിമകളെ എന്നതിൽ ഞാനും പെട്ടല്ലോ. മറ്റൊന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഞാൻ പെട്ടല്ലോ, നബി തങ്ങൾ അത്ബായിൽ പെട്ടല്ലോ, നബി തങ്ങളാണല്ലോ എൻ്റെ പ്രവാചകൻ, ആ നബി തങ്ങളെ കൊണ്ടാണല്ലോ ഞാൻ വിശ്വസിച്ചത്. അഹ്മദ് അലി നബിയ, നബി തങ്ങൾ എൻ്റെ നബിയായല്ലോ എന്ന സന്തോഷവും കണ്ടില്ലേ. ഖുർആനിൽ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വിളികളിൽ ഞാൻ പെട്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പൊ മനുഷ്യനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണത്. ആ മനുഷ്യന് അബ്ദുള്ള എന്ന് നിന്നെപ്പറ്റി പറയുന്നൊരവസ്ഥ, വലിയുള്ള എന്ന് പറയുന്നൊരവസ്ഥ, സഫിയുള്ള എന്ന് പറയുന്ന അവസ്ഥ, ഇത് നിനക്ക് നൽകിയിട്ടുണ്ട്. വലിയൊരു നിലവാരമാണത്. മൂന്നാമത്തെ ഒന്ന്, വജഅലക, നിന്നെ അല്ലാഹു തആല ആക്കി, മദ്കൂറൻ പറയപ്പെടുന്നവനാക്കി, ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കൽ പറയപ്പെടുന്നവനാക്കി. നീ ദാക്കിറുമാണ്, മദ്കൂറുമാണ്, മദ്കൂറുൻ ഇൻദഹു ആണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞ ലാ ദാക്കിറ ഇല്ലല്ലാ വലാ മദ്കൂറ ഇല്ലല്ലാ, നീയും അതുപോലെ തന്നെ നീ ദാക്കിറുമാണ്, മദ്കൂറുമാണ്, മദ്കൂറുൻ ഇൻദല്ലാഹുമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ പറയപ്പെടുന്നവനാക്കി. ഫതമ്മമ നിഅമതഹു, അതോടുകൂടെ നിന്റെ നിഅമത്തിനെ അള്ളാഹു നിഅമത്ത് പൂർത്തിയാക്കി തന്നു. അലൈക, നിന്റെ മേലുള്ള നിഅമത്തിനെ അള്ളാഹു പൂർത്തിയാക്കി തന്നു. നിഅമത്ത് അതോടെ പൂർത്തിയായി. അള്ളാഹുവിന്റെ അടുക്കൽ പറയപ്പെടുക രണ്ട് രീതിയിലുണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ മലായിക്കത്തുകൾ നിന്നെ പറ്റി പറയുക. അല്ലാഹു തആല എന്നെ ഒരാൾ സ്വന്തമായി പറഞ്ഞാൽ അവനെ ഞാൻ സ്വന്തമായി പറയും. അവനൊരു എന്നൊരു സമൂഹത്തിൽ വെച്ച് കൂട്ടമായി എന്നെ സ്മരിച്ചാൽ അവരെക്കാളും ഖൈറായ കൂട്ടത്തിൽ വെച്ച് ഞാൻ അവരെ പറയും. സഹിയായ മുത്തഫഖ് അലൈഹി ഹദീസാണ്. മാ ജലസ ഖൗമുൻ മജ്ലിസൻ യദ്കുറൂനല്ലാഹ ഫീ ഇല്ലാ ഗശിയതുഹുമുർ റഹ്മ വനസലത് അലൈഹിമുസ് സകീന വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അല്ലാഹു തആലയുടെ കൂടെയുള്ളവരോട് അല്ലാഹു തആല വരെ പറയും. മലായിക്കത്തുകൾ പോയി അല്ലാഹുവിന്റെ അടുക്കൽ പോയി വിവരങ്ങൾ പറയും. മജ്ലിസിൽ ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാറത്തൻ ഹദീസുണ്ട്. ഭൂമിയിൽ സഞ്ചരിക്കുന്ന മലായിക്കത്തുകളുണ്ട്. ദിക്റിന്റെ മജ്ലിസാണ് അവർക്ക് വേണ്ടത്. അതിലവർ പങ്കെടുത്ത് തിരിച്ചു പോയി അല്ലാഹുവിനോട് ഇതിന്റെ വിവരങ്ങൾ പറയും. അവിടെയും നിന്നെ പറയപ്പെടും. അല്ലാഹു തആലയുടെ അടുക്കൽ വെച്ച് പറയപ്പെടും. അള്ളാഹിന്റെ അടുക്കൽ പറയാതെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പറച്ചിലും പെട്ടു, അള്ളാഹുവിന്റെ അടുക്കൽ മലായിക്കത്തുകളും പെട്ടു. എന്തൊരു അനുഗ്രഹമാണത്! ഈ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ പൊതുസമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മിൽപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നാം മടങ്ങണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ല സിക്കന്ദരി ഏറ്റവും വലിയ അനുഗ്രഹമായി പറയുന്ന എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു. അത് മീഡിയകളിൽ വരും, പത്രങ്ങളിൽ അച്ചടിച്ചു വരും. അത് മനസ്സിലാക്കി ഫോട്ടോഗ്രാഫറെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അടുക്കലേക്ക്, അതുവരെ എവിടെയെങ്കിലും ഒളിഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ മുമ്പോട്ട് വരും. ആ നേതാക്കന്മാരെ മുമ്പിൽ തിക്കിത്തിരക്കി ഏറ്റവും മുമ്പിൽ ഏറ്റവും വലിയ ആൾ ഓനായിട്ടാണ് പത്രം നോക്കും, ഫോട്ടോ കാണുന്നവർക്ക് മനസ്സിലാകുക. അതിന് വേണ്ടി തിരക്ക് കൂട്ടും. അതുവരെ അവരാരും അവിടെ ഉണ്ടാവില്ല. ആ ചിത്രത്തിൽ അവർ വരണം. എന്നിട്ടോ മീഡിയയിൽ നോക്കുകയാണ്, എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടോ, എന്നിട്ട് കണ്ട് ചിരിക്കുകയാണ്, മനസ്സമ്മാനം കൊള്ളുകയാണ്. പത്രം നോക്കുകയാണ്. രാവിലെ വരുമ്പോൾ പത്രത്തിൽ നോക്കും, അവിടെ ആരെല്ലാം പങ്കെടുത്തു എന്തൊന്നുമല്ല, ഓൻ്റെ ഫോട്ടോ അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണിത്, യാഥാർത്ഥ്യമാണിത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അത്ര വലുത് വേറൊന്നുമില്ലാന്ന് മോമിനറിയാം. ആ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ പറയപ്പെടും. നിന്നെ സംബന്ധിച്ചുള്ള സ്മരണകൾ അവിടെ അങ്ങനെ അലയൊള്ളിച്ചു കൊണ്ടിരിക്കും. നീ ഇവിടെ ഭൂമിയിൽ വെച്ച് നിൽക്കില്ലാണെങ്കിൽ അപ്പോഴാണ് നിനക്ക് സന്തോഷം വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സന്തോഷം.
അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നെ പറയപ്പെടുന്നവരാക്കി മാറ്റി. അതോടുകൂടെ ഫതമ്മമ നിഅമതഹു അലൈക്, അതോടുകൂടെ അള്ളാഹുവിന്റെ നിഅമത്ത് നിന്റെ മേലിൽ അള്ളാഹു പൂർത്തിയാക്കി തന്നു. ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നെ പറയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുക. മലായിക്കത്തിന്റെ ഇടയിൽ നിന്നെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുക. അള്ളാഹു മലായിക്കത്തുകളോട് നിന്നെപ്പറ്റി പറയാ. അള്ളാഹു നിന്നെ ഓർക്കുക. അള്ളാഹിന്റെ ഓർക്കൽ എന്നൊക്കെ പറഞ്ഞാൽ മുതശാബിയാണ്. അള്ളാഹു നിന്നെ പൊരുത്തപ്പെടുക, അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുക, അള്ളാഹു നിന്നെ അവന്റെ ഏറ്റവും അടുത്ത ദാസനായി എണ്ണുക. ഇങ്ങനെയെല്ലാമാണ് അതിൻ്റെ മനകളുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കണില്ല. അള്ളാഹു ഒന്ന് പറയുക, ഓർക്കുക എന്നുള്ളതിൻ്റെ മഹത്വം വേണമെങ്കിൽ ഒരു സാമ്പിൾ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദ് റിപ്പോർട്ട് ചെയ്ത്, ഇമാം സുയൂത്തി ദുർറുൽ മൻസൂറിൽ, അതുപോലെ ഇബ്നു അബീ ശൈബ മുസന്നഫിലെല്ലാം പല മഹാന്മാരും റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസ്. ബഹുമാനപ്പെട്ട അബൂ ഹബ്ബത്തുൽ ബദരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലമ്മാ നസലത്ത് സൂറത്തു ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി ഇലാ ആഖിരിഹാ, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ ഖാല ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന റബ്ബക യഅ്മുറുക അൻ തുക്രിഹ ഉബയ്യ, നിങ്ങളെ റബ്ബ് നബിയെ തങ്ങളോട് കൽപ്പിക്കുന്നു ഈ ആയത്തിനെ, ഈ സൂറത്തിനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എനിക്ക് ഓതി കൊടുക്കണമെന്ന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉബയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അമറനി അൻ അഖ്റഅക ഹാദിഹി സൂറ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിക്കുന്നു ഈ സൂറത്തിനെ നിങ്ങൾക്ക് ഓതിത്തരാ. ഉബയ്യിനോട് പറയാ. ഫഖാല ഉബയ്യുൻ, ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവദുകിർതു സമ്മ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ എൻ്റെ പേര് പറയപ്പെട്ടോ. അവദുകിർതു സമ്മ യാ റസൂലല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ. ഫബകാ ഉബയ്യുൻ, അപ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്താണ് ഇവിടെ ഇത്ര മാത്രം കരയാനുള്ളത്? ആരാണ് ഈ പേര് പറയുന്നത്? അല്ലാഹു തആല പറയാണ്. അല്ലാഹു പറഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മാംസം പൊതിയുന്ന, മീൻ പൊതിയുന്ന പത്രത്തിൽ നിലത്തിട്ട് ചവിട്ടി മതിക്കുന്ന, കാഷ്ടം തുടച്ചിടുന്ന പത്രത്തിൽ നിന്റെ പേരൊന്ന് വരാൻ വേണ്ടി നീ എന്തെല്ലാം കളികൾ കളിച്ചു. എന്നിട്ട് ആ പത്രത്തിലുണ്ടോന്നറിയാൻ വേണ്ടി നീ എത്ര നേരത്തെ പത്രം വാങ്ങി, എവിടെല്ലാം വിളിച്ച് ചോദിച്ചിരുന്ന പത്രത്തിൽ ഇന്ന പരിപാടിന്റെ ഫോട്ടോ ഉണ്ടോന്ന്, എത്ര വട്ടം നീ അത് നോക്കി. എന്നാൽ അർഹമുറാഹിമീനായ രാജാതിരാജനായ അള്ളാഹു നിന്നൊന്ന് പറഞ്ഞു എന്ന് പറയുമ്പം എത്രയാണ് അതിൻ്റെ സന്തോഷം. അതാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അറിയുന്ന ആ ഒരു സന്തോഷമാണ്. ഈ ഒരു അവസ്ഥ മനുഷ്യനിക്ക് ലഭിക്കും അവൻ ദാക്കിറായി മാറിയാൽ. അള്ളാഹു അതാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് അള്ളാഹുവിന് നിന്നെ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുക, അള്ളാഹുവിൻ്റെ ലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ വലിയായിരുന്നു അവൻ. അല്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ വലിയാണ്, അള്ളാഹുവിൻ്റെ സഫിയാണ് എന്ന് പറയപ്പെടുന്നൊരവസ്ഥ നിനക്ക് വേണം.
അത് വേണമെങ്കിൽ നിന്റെ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖാലിസായും കൊണ്ട് നീ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അല്ലാഹുവിനെ പറയാ എന്ന് പറയുന്ന ആ ഒരു സൗഭാഗ്യം നിനക്ക് ലഭിക്കും. രണ്ട്, നിന്നെ കൊണ്ട് ജനങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് നിന്നെ പറയപ്പെടും, അല്ലെങ്കിൽ നിന്റെ ദിക്ർ കാരണമായി നിന്നെ പറയപ്പെടും, നീ മദ്കൂറാകും, അല്ലാഹുവിക്ക് ദാക്കിറാകും, അല്ലാഹ് നിന്നെ പറയും. രണ്ടാമത്തെ തഫ്സീർ അതാണ്, ഔ ദുഖിറ ബിഹി ജഅലക ദാക്കിറൻ ലഹു വജഅലക മദ്കൂറൻ ബിഹി. അബിഹിന്റെ ളമീർ ദിക്റിലേക്ക്, ദിക്ർ കൊണ്ട്, ദിക്ർ കാരണം നിന്നെ പറയപ്പെടുന്നവനാകും. അവിടെ പറഞ്ഞ ആളാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. നബിഹിന്റെ ളമീർ അല്ലാഹുവിലേക്ക്, ദിക്റിലേക്ക് വിട്ടവരുണ്ട്. അപ്പൊ ദിക്ർ കാരണം നീ മദ്കൂറാകും. ആരാണ് ദാക്കിർ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നിന്നെ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടണമെങ്കിൽ നീ ദാക്കിറാവണം. അപ്പൊ ദിക്ർ ചെല്ല, അള്ളാഹുവിന്റെ ദിക്ർ നിന്റെ നാവിൽ കൂടെ ഒഴുകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയവൻ, നിനക്ക് ഓർക്കപ്പെടാൻ പറ്റുന്ന, അവന്റെ തിരുഹദ്റത്തിലേക്ക് നിനക്ക് കയറി ചെല്ലാൻ പറ്റുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടവനായി നിൽക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധിക പേരുകളും വലിയ വലിയ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് എത്തിപ്പെടൂല എന്നുള്ള പേടിയുടെ പേരിലാണ്. കടമ്പകൾ കൂടുതലാണ്. എന്നാൽ എല്ലാവിധ കടമ്പകളെയും പൊട്ടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്തിപ്പെടാൻ ഈ മുരീദായ നിനക്ക്, അല്ലെങ്കിൽ സാലിക്കായ നിനക്ക്, അല്ലെങ്കിൽ വാസിലായ നിനക്ക്, നീ മജ്ദൂബായ നിനക്ക് അല്ലാഹു സൗഭാഗ്യം തന്നു. എന്തൊരു ഭാഗ്യമാണത്! നീ എത്ര മാത്രം വലിയവനാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഒരു അവസ്ഥ തന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിപ്പെടുമ്പോൾ പിന്നുള്ള കാര്യം എന്താ? നീ മദ്കൂറാകും. അള്ളാഹുവിന്റെ അടുക്കൽ മലായിക്കത്തുകളും അള്ളാഹു നിന്നെപ്പറ്റി ചർച്ച ചെയ്യപ്പെടും. ഒരു അടിമയെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അള്ളാഹുവിനെക്കുള്ളതാക്കിറാകുക എന്നുള്ളതാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് വിളംബരം ചെയ്യും, ഞാൻ ഇന്നാലിന്ന ആളെ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ജിബ്രീൽ വിളിച്ച് പറയും, അള്ളാഹു ഇന്നയാൾ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും സ്നേഹിക്കുക. അങ്ങനെ അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് വിളംബരം ചെയ്യപ്പെടും, ഇന്നാലിന്നാളെ അള്ളാഹു സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുക. അതോടുകൂടെ വ്യക്തിക്ക് കബൂൽ, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മഹാന്മാരുടെ അടുക്കൽ കബൂൽ, അല്ലെങ്കിൽ നല്ല ഹൃദയമുള്ളവരുടെ അടുക്കൽ കബൂൽ നൽകപ്പെടും. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ബടക്കേട്ട അള്ളാഹു എല്ലാ നിൽക്കും ശപിച്ച മനുഷ്യന്മാർ ഉണ്ടാകൂല എന്നല്ല. നാം ഇന്ന് കാണുന്നില്ലേ എത്രയോ അമുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ, മഹാന്മാരായ ഔലിയാക്കളെ വളരെയധികം സ്നേഹിക്കും, ആദരിക്കും, ബഹുമാനിക്കും. എന്നാൽ ചില ബടക്കെട്ട ജാതികൾ, നിരീശ്വരവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗം, അതിൽപ്പെട്ട ഏറ്റവും ബടക്കെട്ട ഒരുത്തനാണ് ഞാൻ കേട്ടതിൽ വെച്ച് ഒരു ലിയാഖത്തലി അറിയുന്നൊരു ഇരപ്പനുണ്ട്. അള്ളാന്റെ റസൂലിനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ ആ നിലയ്ക്ക് അവൻ താത്തുള്ളൂ. എന്തൊരു പ്രയോഗമാണ് അവൻ്റെ വായിൽ നിന്ന് റസൂലിനെ പറ്റി വരിക. മുഹമ്മദ് എന്നല്ലാതെ അവൻ പറയില്ല, അവൻ്റെ പൂതി മടിയിൽ വെച്ച് പേരിട്ടതാണ് എന്നാണ്. ആ എരപ്പ ബടുക്കൂസ്, അങ്ങനെയുള്ള അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തിയ ചില ആളുകളല്ലാത്ത ബാക്കിയുള്ള അത്യാവശ്യം നല്ല ഹൃദയം നൽകിയ അധിക മനുഷ്യരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, റസൂലിനെ, പ്രവാചകരെ അംഗീകരിച്ചു കൊണ്ടിരിക്കും. ഫയൂദുൽ കബൂൽ. അപ്പോഴും ഇബ്ലീസിൻ്റെയും ജുന്തിൻ്റെയും ഇടയിൽ അവരംഗീകരിക്കപ്പെട്ടോലാവില്ല, അവരംഗീകരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള അവരുടെ ബർക്കത്തിനനുസരിച്ചുള്ള വാക്കുകളെ അവരുടെ വായിൽ നിന്ന് പോലും പുറപ്പെടുകയുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മനുഷ്യനിക്ക് അള്ളാഹു തആലാന്റെ സ്നേഹം വരാൻ വേണ്ടത് ദിക്റാണ്. അവൻ ദിക്ർ ചെല്ലുമ്പോൾ അള്ളാഹു ഇവനെയും അള്ളാഹു ഇവനെ പറയും, ഇവൻ ദാക്കിറാകുന്ന മാതിരി ഇവൻ മദ്കൂറുമാകും അള്ളാഹുവിന്റെ അടുക്കൽ.
അള്ളാഹുവിനെ കൊണ്ട് ഇവനെ പറയപ്പെടുന്നവനുമാകും. ഇത് തന്നെയാണ് തസവ്വുഫിന്റെ അടിസ്ഥാനം. ദിക്റാണ്. ദിക്ർ കൊണ്ട് ഏത് ഉയർച്ചയിലേക്കും എവിടേക്കും ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ദിക്റിനിക്ക് ആ ചെല്ലുന്നത് തന്നെ ആ ദിക്ർ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ പേരിൽ കിട്ടുന്നതാണ് ഇവൻ മദ്കൂറാകുക എന്നത്. അള്ളാഹുവിനെ കൊണ്ട് പറയപ്പെടുന്നതാകുക, അള്ളാഹുവിന്റെ അടുക്കൽ പറയപ്പെടുന്നതാകുക, അള്ളാഹു ഇവനെ ദിക്റിലുള്ളവനാകുക. അങ്ങനെയുള്ള മഹത്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു